ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോയിൽ ചന്ന മസാല ഗ്രേവിയാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ തേങ്ങ ചേർക്കാതെ തന്നെ എങ്ങനെ നല്ല കൊഴുപ്പോട് കൂടിയുള്ള ചാറോട് കൂടിയെല്ലാം നമുക്ക് ഈ കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ വെള്ളക്കടല ഞാൻ തലേ ദിവസം 2-3 തവണ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പോൾ രാവിലെയാണ് നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമെങ്കിൽ രാത്രി തന്നെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടണം. അത് കുക്കറിലിട്ട് വേവിച്ച് അതോടുകൂടി ഞാൻ 2 ഉരുളക്കിഴങ്ങ് തൊലിയോടുകൂടി കഴുകിയിട്ട് രണ്ടായിട്ട് മുറിച്ച് അതും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. ചീനച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് നന്നായിട്ട് വറുത്തതും തന്നെ. ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഞാൻ ഒരു ബൗൾ ചെറിയ ഉള്ളി ചേർക്കുന്നത്, ഇത്രയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് ഇതിന് ടേസ്റ്റ്, സവാള ആവശ്യമില്ല. ഇപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. 4 വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ചേർത്തിട്ടുണ്ട്. ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റുമ്പോൾ തന്നെ കറിവേപ്പില 2-3 കൊത്ത് അതും കൂടി ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തക്കാളി ചേർക്കാണ്ട് 3 നാടൻ തക്കാളി ഞാൻ ചെറുതായിട്ട് മുറിച്ച് ആ തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റണം. അപ്പോൾ ഇതിൽ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഗ്രേവിയാണ് ഈ ചന്ന മസാല ഗ്രേവിയാണ്. തേങ്ങ ആവശ്യമില്ല. തക്കാളി 3 എണ്ണം ഞാൻ നാടൻ തക്കാളിയാണ് ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ചേർത്ത് വഴറ്റുന്നുണ്ട്. തക്കാളിയുടെ പച്ചമണം കൂടി മാറാൻ വേണ്ടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ അത് വാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിത് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. അപ്പോൾ വഴറ്റുന്ന തക്കാളിയുടെ കൂടെ തന്നെ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, ഇത് കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ അതും കൂടി ചേർത്തും മല്ലിപ്പൊടി 3 ടീസ്പൂൺ ചേർക്കണം. മല്ലിപ്പൊടിയും കൂടി 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ചേർത്ത് ഈ പൊടികളെല്ലാം ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇറക്കി വെച്ച് ചൂടാറിക്കഴിഞ്ഞ് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും. നൈസായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം, തരിയില്ലാതെ അരച്ച് മാറ്റി വയ്ക്കുക. ഇതാണ് ഈ കറിക്ക് വേണ്ട മസാല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വേവിച്ച് വെച്ച കടലയും കൂടി കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചന്ന കടല കുറച്ച് ചേർത്തു. പിന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ 1/2 മണിക്കൂർ മുന്നേ ചെറിയ ചൂടുവെള്ളത്തിൽ കശുവണ്ടി പരിപ്പ് ഒരു 5-6 ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്താണ് അരയ്ക്കണത്. അപ്പോൾ ഈ മസാലയുടെ കൂടെ കുറച്ച് ആ വേവിച്ച കടലയും കശുവണ്ടി പരിപ്പും അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് വയ്ക്കാം. ബാക്കിയുള്ള കടല ഞാൻ മൺചട്ടിയിൽ ചേർത്തുന്നത്, അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുത്തത്. അങ്ങനെ ഉപ്പ് ചേർക്കാതെ നമ്മൾ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വഴറ്റി വെച്ച മസാലയെല്ലാം നന്നായിട്ട് മിക്സി ജാറിൽ അരച്ച് അതും ചേർത്തു. ഇപ്പം മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. ചേർത്ത് ഇതൊരു ചാറ് കറിയാണല്ലോ, അപ്പം അതിനനുസരിച്ചുള്ള നമ്മൾ വെള്ളം ചേർക്കാം. അധികം വെള്ളം പോലെ ആവരുത്, അധികം കട്ടിയാവരുത്. ഇതിൽ കടലയും കശുവണ്ടി പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും. അപ്പം അതനുസരിച്ച് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചാറ് കുറച്ച് വെള്ളം പോലെ ആക്കി എടുക്കണം നമ്മൾ ഇറക്കി വയ്ക്കേണ്ടത്. ഇറക്കി വെച്ച് ചൂടാറി വരുമ്പോൾ അത് കട്ടിയാവും. ഇപ്പോൾ അടച്ച് വെച്ച് ഞാൻ എല്ലാം ഈ മസാല എല്ലാം അരച്ച് ചേർത്ത് മിക്സി ജാർ കഴുകിയ വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് തിളയ്ക്കാൻ വേണ്ടി തിള വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇനി കടുക് വറുത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ചന്ന മസാല ഗ്രേവിയാണ്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അതിൽ 1/2 ടീസ്പൂൺ കടുകും 1 വറ്റൽമുളക് ഞാൻ 2ആയിട്ട് മുറിച്ച് അതും കൂടി ചേർത്തു.
ഇതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും പിന്നെ ചെറിയ ഉള്ളി ഒരു 10 ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ചെറിയ ഉള്ളിയുടെ കളറ് നന്നായിട്ട് മാറുന്ന വരെ നമ്മൾ വഴറ്റി ലാസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗരം മസാലപ്പൊടി പട്ട ഗ്രാമ്പിൻ്റെ പൊടി ഇവിടെ വീട്ടിൽ ഞാൻ പൊടിച്ച് വെച്ചതാണ്. അത് 1/4 ടീസ്പൂൺ ആ പൊടി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കറിയിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കറിയിൽ ഗരം മസാല പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കടുക് വറുക്കുമ്പോൾ 1/4 ടീസ്പൂൺ ചേർത്ത് മിക്സ് ചെയ്ത് അതും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് ചേർക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചന്ന മസാല കറി റെഡിയായി. ഇത് ചപ്പാത്തി, പൂരി, ചോറിനും ഇഡ്ഡലി, ദോശ, അപ്പത്തിന്, വെള്ളയപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്യണേ.